കർത്താവായ ശരി. നമുക്ക് ഈശോ നൽകുന്ന വചനഭാഗത്തില് കർത്താവിന്റെ രക്ഷ, അതായത് കർത്താവ് നമുക്ക് നൽകുന്ന രക്ഷ നമ്മുടെ ജീവിതത്തില് മനസ്സിലാക്കുക, അനുഭവിക്കുക, അതൊരു വലിയൊരു ആനന്ദമാണ്, അല്ലേ? അതെ ആണോ? അതെ ദൈവം നമ്മളെ നയിക്കുമ്പോൾ, ദൈവം ഓരോ വഴിത്താരകളിലും നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെന്ന് നമ്മൾ കൂടി അറിയുന്നത് വലിയൊരു അതായത് നമുക്കത് അനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്, അല്ലേ? അതെ അതായത് നമ്മുടെ അബ്രഹത്തിന്റെ മകൻ ഇസഹാക്കിന് കല്യാണം പ്രായമാകുമ്പോഴേക്കും കാനാൻകാരുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അവിടുന്ന് ദൈവത്തിന് അവരുടെ കാനാൻകാരുടെ ഇടയിൽ നിന്നല്ല ഇസഹാക്കിന് ഒരു ജീവിതം കിട്ടുക എന്നുള്ളത് അറിയാം. പിന്നെ അത് മാത്രമല്ല, ചാർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടുപിടിക്കണം. അതിന് കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായമുള്ള വിശ്വസ്തനായ ഒരു സേവകനെ വിളിച്ച് അബ്രഹാം ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തി അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിന് റാഹേലിനെ കിട്ടുവാൻ വേണ്ടിയുള്ള, റാഹേലല്ലേ? അല്ല, റബേക്ക അല്ലേ? റബേക്ക, അതെ. റബേക്കനെ കിട്ടാൻ വേണ്ടി ഈ വ്യക്തി തന്നെ 10 ഒട്ടകങ്ങളെയും മറ്റ് വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ എല്ലാം കൊണ്ട് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ചെന്ന് എത്തുന്ന സ്ഥലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് എനിക്ക് വെള്ളം കുടിക്കാൻ തരികയും എന്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കാമെന്ന് പറയുകയും ചെയ്യുന്ന വ്യക്തിയെ. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാവുമ്പോ ദൈവം നയിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് ഭയങ്കര ആനന്ദമാണ്. നമ്മൾ ഇവിടെ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നടക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം അതേ അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കര അതെ അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ നമുക്ക് ഭയങ്കര ആനന്ദമാണ്, അല്ലേ? അതെ അതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കപ്പെടുമ്പോൾ ഒരു ദൈവീക അനുഭൂതിയുടെ ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ സംഭവിക്കുന്നത്. മനസ്സിൽ എന്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചു എന്ന് വരുമ്പോ നമ്മൾ അതെ, ഒരാളോടും പറഞ്ഞിട്ടുണ്ടാവില്ല. ദൈവത്തിന്റെ ഒരു ഇടപെടലുകൾ ഓർക്കുമ്പോൾ അതെ നമുക്ക് ഭയങ്കരമായ നല്ല ഒരു ദൈവീക മഹത്വത്തിന്റെ സ്തുതിയും സ്നേഹവും വിശ്വസ്തതയും പ്രത്യേകമായി ദൈവത്തോട് കുറച്ചുകൂടി അടുത്ത് ഇടപഴകാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നമുക്ക് ആത്മാവിൽ അനുഭവിക്കാനും ജീവിതത്തിൽ അനുഭവിക്കുവാനൊക്കെ ഇടയാവും. ഇതൊരു ദൈവീകമായ സംരക്ഷണത്തിന്റെ ഒരു അടയാളമാണ്. ദൈവം നമ്മളെ നയിക്കുന്നത് എന്താണ്? വചനത്തിൽ പറയുന്നുണ്ട്, തന്റെ ദൂതന്മാരെ അയച്ച് എന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവിടെ നിന്ന് അവിടെ നിന്ന് തന്നെ ദൂതന്മാരെ അയച്ച് സഹായിക്കും എന്ന് പറയുന്നുണ്ട്, അല്ലെ? അതെ നമ്മള് നീക്ക് പോകുന്നതിന് മുമ്പേ ദൂതനെ അയക്കുന്നുണ്ട്. അപ്പൊ അബ്രഹാം പറയുന്നുണ്ട്, എന്റെ ദൈവമായ കർത്താവ്, എന്നെ വിളിച്ച ദൈവം, എനിക്ക് വേണ്ടി നീ ചൊല്ലുന്നതിന് മുമ്പേ തന്നെ ദൂതനെ അയച്ച് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭൃത്യനെ വിടുന്നത്. അബ്രഹത്തിന്റെ വിശ്വാസിത്വ തലത്തിലാണ്. അപ്പോ അവിടെ അത് സംഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്, പക്ഷെ സംഭവിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് അതെ ദൈവത്തിന്റെ മുമ്പില് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എല്ലാം ഒരു വിശ്വാസത്തിന്റെ ഒരു പിൻബലത്തിന്റെ ശക്തിയുണ്ട്. ഇതുപോലെ തന്നെ യഥാർത്ഥത്തില് ഈ ഉൽപ്പത്തി പുസ്തകം ഞാൻ ഒരുപാട് പ്രാവശ്യം, എപ്പോഴും ഇച്ചിരി ഫ്രീ ടൈം കിട്ടുമ്പോ, ഫ്രീ ടൈം അല്ല, ഞാൻ എന്റെ ജോലി സമയങ്ങളിലെല്ലാം ഓഡിയോ ബൈബിള് കേൾക്കും. ഞാൻ എത്ര പ്രാവശ്യം ഉൽപ്പത്തി കേട്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. കേട്ടത് ഭാഗം തന്നെ പിന്നെയും 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 കേട്ടു. ഇന്നും ഞാൻ കേട്ടത് അബ്രഹത്തിന്റെ ജീവിതയാത്രയാണ്. അപ്പൊ അവിടെ ഇസഹാക്കിന് മലയിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗത്ത് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പ വിറകും മറ്റു തീയും ഉണ്ട്, പക്ഷെ ബലിവസ്തു എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞാടെവിടെ? കുഞ്ഞാട് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അപ്പം പറയണത്? അത് നീയാണെന്ന് പറയുന്നില്ല, അല്ലെ? ദൈവം പറയുന്നുണ്ടോ? തരുമോ? ദൈവം തരും എന്നാ പറയണത്. അപ്പോ
എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവം തരും. അതൊരു വിശ്വാസത്തിന്റെ ഒരു വലിയ ഉറപ്പാണ് അല്ലെ? കാരണം അതെ എന്താണ്? വലിയൊരു ജനതയാകുമെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബലി കഴിക്കാനായിട്ട് ദൈവം ചോദിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അബ്രാഹത്തിനോട് 12-ാം അധ്യായത്തില്, 13-ാം അധ്യായത്തില്, 17-ാം അധ്യായത്തില്, 18-ാം അധ്യായത്തില്, 22-ാം അധ്യായത്തിലൊക്കെ ദൈവം പറയുന്നുണ്ട് നീ ഒരു വലിയ ജനതയാകും എന്ന് പറയും. പിന്നെ അബ്രഹത്തിന്റെ ഈ ആം, ഇസഹാക്കിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴും ദൈവം പറയുന്നുണ്ട് നിന്നെ പൂർണ്ണമായും അബ്രഹത്തിനെ ടെസ്റ്റ് ചെയ്യാം അല്ലെ? ടെസ്റ്റ് അതെ ചെയ്തതിൽ അബ്രഹാം വിജയിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് വിശ്വാസികളുടെ പിതാവായി മാറുന്നത്. അല്ലാതെ അതിനു മുമ്പല്ല. അല്ല, അതിനു മുമ്പല്ല പറയണത്. ഈ മകനെ കൊല്ലുന്ന കാര്യത്തില് ഉറച്ച വിശ്വാസം, അതായത് ഈ ഒരു വ്യക്തിയിൽ കൂടി ലോകത്തിലെ സകല ജനതകളും ഉണ്ടാകുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം തന്നെ പറയുകയാണ് ഈ മകനെ കൊല്ലണം, എനിക്ക് വേണ്ടി ബലി കഴിക്കണം. അപ്പൊ അതും സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെയാണോ ദൈവം പറയുന്നത്? അല്ല അല്ല, അല്ലെ? ദൈവം മാറ്റി പറയുന്നവനല്ല. അപ്പൊ ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വിശുദ്ധിയെ, നമ്മുടെ അനുസരണത്തെ, നമ്മളെ ദൈവത്തോട് വിധേയപ്പെടുന്നതിനെ എല്ലാം ദൈവം പരീക്ഷിക്കും. പരീക്ഷിക്കുമ്പോ എന്താണ്? നമ്മളുടെ പ്രൊട്ടക്ഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിലെല്ലാം നമ്മൾ വിജയിക്കുന്നതനുസരിച്ച് നമ്മളെ ചേർത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന നമ്മളെക്കാൾ അധികമായിട്ട് ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് അല്ലെ? ഇത് നമ്മൾ വ്യക്തിപരമായി തന്നെ അധ്വാനിച്ചാലും അതല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ മനസ്സിലാക്കിയാലും മാത്രമേ ഈ ഒരു ആനന്ദത്തിലേക്ക്, അല്ലെ ദൈവീക അനുഭൂതിയിലേക്ക്, ദൈവീക സ്വാതന്ത്ര്യത്തിലേക്ക്, അവകാശത്തിലേക്ക് മക്കളാണെന്നുള്ള ബോധ്യത്തോടുകൂടി നിലകൊള്ളാൻ പറ്റൂ. ഇവിടെയൊക്കെയാണ് നമ്മൾ സ്വാതന്ത്ര്യമുള്ള സംരക്ഷണം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്? ഈ ഇസ്രായേൽ ജനതകളെ അഭിഷിക്തർ എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണ്? എന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്. അവരിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. പോകുന്ന രാജ്യങ്ങളൊന്നും സേഫ് അല്ല. എന്നാലും ദൈവം എല്ലാ രാജ്യങ്ങളെയും രാജാക്കന്മാർക്കും താക്കീത് കൊടുക്കുക അല്ലെ? അപ്പൊ അതെ ദൈവത്തിന്റെ മക്കളെ തൊടുക എന്ന് പറയുമ്പോ ദൈവത്തെ തൊടുന്നത് പോലെയാണ്. എന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് തൊടു പോലെയാണ്. അപ്പൊ അത്രമാത്രം പ്രൊട്ടക്ഷൻ ഒരു വ്യക്തിക്കുണ്ട്. ആർക്ക്? എങ്ങനെയുള്ള വ്യക്തിക്ക്? ദൈവത്തെ ആ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും അനുസരിക്കുന്നതുമായ ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇത് അതെ നമ്മള് വ്യക്തിപരമായി മനസ്സിലാക്കണം, ഗ്രഹിക്കണം അല്ലെ? ഇത് അനുഭവിക്കും. അല്ലാതെ നമുക്ക് ഇത് ഇത്രയും വലിയൊരു അനുഗ്രഹത്തിന്റെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്, ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ജയന്തി വായിക്കാം. വായിക്കുന്നില്ലേ? ഒരു ഫിലിപ്പ് വായിക്കണ്ട. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അവിടുത്തെ പദ്ധതിക്കനുസരിച്ച് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ആര്? പരിശുദ്ധമ്മ. പരിശുദ്ധ പരിശുദ്ധമ്മ മറിയം അല്ലെ? അപ്പൊ പരിശുദ്ധ നമുക്ക് അതായത് കൃത്യമായ വ്യക്തതയോടുകൂടെ ദൈവീക പദ്ധതികളെ സസൂക്ഷ്മം ജാഗ്രതയോടുകൂടെ
അത് പൂർത്തീകരിച്ചത്, പൂർണ്ണതയിൽ എത്തിച്ചത്, സംരക്ഷിച്ചത്, വിധേയപ്പെട്ടത്, അനുസരിച്ചത് എല്ലാം പരിശുദ്ധ അമ്മ തന്നെയാണ് എല്ലാ കാര്യത്തിലും. അപ്പോ അമ്മ പറയുന്ന ഓരോ വാക്കുകളും നമ്മള് എന്തോരം വിലയോടുകൂടെ സ്വീകരിക്കണം, അല്ലെ? അതായത് അതെ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകളായിരുന്നു. ദൈവത്തിന്റെ അമ്മയാകാൻ ദൈവം അനുവദിച്ചു. പിന്നെന്തായിരുന്നു? മണവാട്ടിയാകാൻ ദൈവം അനുഗ്രഹിച്ചു, അല്ലെ? അപ്പൊ അത്രമാത്രം സ്വർഗത്തിന്റെ മുമ്പിൽ വിലയുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പക്ഷെ മറിയം ഭൂമിയില് ഓരോ മക്കളുടെയും മുമ്പിൽ വേണമെങ്കിൽ മുട്ടുകുത്തി ആദരവോടും ബഹുമാനത്തോടും കൂടെ തന്നെയാണ് ഓരോ സമയങ്ങളും നമ്മളോട് പോലും പ്രാർത്ഥന യാചിക്കുന്നത്. കാരണം എന്താണ്? അമ്മയുടെ ആ ലാളിത്യവും അമ്മയുടെ ആ സ്നേഹവിധേയത്വവും ദൈവീക സത്തയുടെ അടയാളമാണ്, അല്ലെ? ദൈവീക സത്ത മുഴുവനും അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു. നമുക്കറിയാം, ഇത്തിരി എന്തെങ്കിലും കൃപയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തിരി എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, ഇത്തിരി സമ്പത്ത് ഇത്തിരി കൂടുതലുണ്ടെങ്കിൽ, അറിവുകൾ കൂടുതലുണ്ടെങ്കിൽ, ഓരോരുത്തരുടെ സംസാരങ്ങൾക്ക് വ്യത്യാസം വരും, പ്രവൃത്തികൾക്ക് വ്യത്യാസം വരും, ചിന്തകൾക്ക് വ്യത്യാസം വരും, അല്ലേ? വരാറില്ലേ? വരാറുണ്ടോ? നമ്മൾ മനുഷ്യ സമൂഹമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ഓരോരുത്തരുടെയും നിലപാടും നിലനിൽപ്പും സ്വാധീനവും ചിന്തകളും ഒക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതായത് വലിയ നിസ്സഹായതയിൽ വലിയ ദാരിദ്ര്യം ജീവിക്കുകയാണ്. പക്ഷെ ദൈവം എന്നും അങ്ങനെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. ഒരു സമയം ദൈവം ഉയർത്തും. അത് ദൈവത്തിന്റെ മുമ്പിൽ അവരുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും വില കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ദൈവം അവരെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്, അവരെ അമൂല്യമായി കരുതുന്നതുകൊണ്ടാണ്. ഇങ്ങനെ കരുതി ദൈവം അവരെ അഹങ്കാരികളാകാൻ വേണ്ടി ഒരിക്കലും ദൈവം അവരെ അനുഗ്രഹിക്കുന്നതല്ല, അല്ലെ? നമ്മള് അങ്ങനെ ദൈവം നമ്മളെ ഉയർത്തി കഴിയുമ്പോൾ നിലപാട് മാറും, അല്ലെ? ആദ്യത്തെ നിലപാടായിരിക്കില്ല. പിന്നെ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത്തിരി അറിവ് കിട്ടിക്കഴിഞ്ഞാല്, ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാല്, ദൈവീക വരങ്ങൾ കിട്ടിക്കഴിഞ്ഞാല്, അതുപോലെ സമ്പത്ത് കൂടിക്കഴിഞ്ഞാല്, അതുപോലെ എന്താണ് ഈ ലോകത്തിന് മുമ്പില് ഉയരാനായിട്ട് എന്തെല്ലാം കിട്ടി എന്ന് മനസ്സിലാക്കിയാൽ, ധരിച്ചാൽ, അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ലോകത്തിന്റെ മുമ്പിൽ നിലകൊള്ളുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ആദ്യത്തെ സ്വഭാവം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലേ? ഉണ്ടാവോ? ആദ്യത്തെ സ്വഭാവം അവൻ അറിയാൻ പോലും പറ്റില്ല. അതുപോലെ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഉയർന്നു വന്നതെന്ന് പലർക്കും ഒരു നല്ലൊരു ശതമാനം, ഒരു 95% ആളുകൾക്കും പറ്റിയൊരു അപകടകരമായ അവസ്ഥയാണിത്, അല്ലെ? അത് വെച്ച് നോക്കുമ്പോൾ മറിയത്തിലേക്ക് നോക്കണം, അതെന്താണെന്ന് പഠിക്കണമെങ്കിൽ, അല്ലെ? മറിയത്തിലേക്ക് നോക്കിയാലേ ഈ നിലനിൽപ്പ്, ആദ്യത്തെ അവസ്ഥയിൽ നിന്ന് തന്നെ നമുക്ക് ദൈവാനുഗ്രഹത്തെ ശുശ്രൂഷ ചെയ്യുക, അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയാതെ സൂക്ഷിക്കുവാൻ മറിയത്തെ നോക്കി ജീവിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ? അത് വൈദികനായാലും സന്യസ്തരായാലും ആത്മീയ ശുശ്രൂഷകളായാലും സാധാരണ ജീവിതമായാലും എന്തായാലും അത് ഒരു നല്ലൊരു ഫോളോവറാണ് നമ്മൾ ആയി മാറാനായിട്ട്. മറിയം നമുക്കൊരു വലിയൊരു മോഡലാണ്. മറിയത്തിന്റെ ഒരു മോൾഡിങ് അങ്ങനെയാണ്. ദൈവം അങ്ങനെയാണ് മറിയത്തെ നിലനിർത്തിയതെങ്കിൽ മറിയം അതുപോലെ തന്നെയാണ് നിലനിന്നത്. ഞാനിപ്പോ വലിയ ഒരു ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ എനിക്ക് എന്റെ സ്വഭാവം മാറാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. അത് എന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, അല്ലേ? എനിക്കിപ്പോ ദൈവകൃപ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ട് എന്ന് ധരിച്ച് എനിക്ക് വേണമെങ്കിൽ എന്റെ സ്വാതന്ത്ര്യം, എന്റെ ജീവിതത്തില് എന്റെ സ്വാതന്ത്ര്യം എന്റെ കയ്യിലാണ്. അത് എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്റെ ചിന്തകളില്, ആഗ്രഹങ്ങളില്, സ്വാധീനങ്ങളില്, സമ്പത്തില്, കഴിവിലൊക്കെ എനിക്ക് ഉപയോഗിക്കാം. അതെന്റെ സ്വാതന്ത്ര്യത്തിന്റെ അണ്ടറിലാണ്. അപ്പൊ അത് എനിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാല് അത് ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. കാരണം അവന് അതുപോലെ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നോർമൽ കേസായിട്ട് വിടാം. പക്ഷെ മറിയം അങ്ങനെയല്ല ജീവിച്ചത്. മറിയത്തിന് ഈ ലോകത്തിൽ ഇത്രമാത്രം ജീവിച്ചതിൽ ഇത്ര സ്വർഗത്തിന്റെ ശക്തിയോട് സ്വാധീനം ചെലുത്തുന്ന ഒരു ഏക വ്യക്തി എന്ന് ആരാന്ന് ചോദിച്ചാൽ ആരാണ്?
പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ തന്നെയാണ്, മറിയം തന്നെയാണ് അല്ലെ. അതുപോലെ സ്വാധീനമുള്ള ഒരു ശക്തിയുടെ അനുഗ്രഹത്തിന് കീഴിലാണ് ഈ ലോകത്തിന്റെ സംരക്ഷകയായി സഹരക്ഷയായി ദൈവം പുരുഷന്റെ ചുവട്ടിൽ നിലനിർത്തിയത്. അത് ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ മറിയത്തിന് മറിയം നമ്മളുടെ മുമ്പിൽ എപ്പോഴും എന്താ ചെയ്യുന്നത്? കൈകൂപ്പി നിൽക്കുന്നു. വളരെ ലാളിത്യത്തോടും വളരെ സ്നേഹത്തോടും വളരെ എളിമയോടും അനുസരണയോടും കൂടെ നിൽക്കുവാൻ അമ്മയ്ക്ക് യാതൊരു മടിയില്ല. നല്ല രക്തക്കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ നിന്ദിച്ചിടല്ലേ നീ ഒരു നാളും. യേശുവിന്റെ മുമ്പിൽ എപ്പോഴും കണ്ണുനീരൊഴുക്കി നിനക്ക് വേണ്ടിയാണ് മറിയം പ്രാർത്ഥിക്കുന്നത് എന്നാണ് ആ പാട്ട് പറയുന്നത് അല്ലെ. അതായത് നിന്ദിക്കുന്നവരെ പോലും അമ്മ ചങ്കിൽ കയറ്റി വെച്ച് ഓമനിക്കുവാനുള്ള ഒരു ഹൃദയ വിശുദ്ധിയും വിശാലതയും അമ്മയ്ക്കുണ്ട്. അത്രമാത്രം ഒരു വലിയ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ഉടമയാണ് മറിയം. അപ്പൊ അത്രമാത്രം ഒരു കഴിവും അതുപോലെ സ്വാധീനവും അതുപോലെ എല്ലാത്തിന്റെയും നമുക്കറിയാം ലിറ്റിനിയിൽ ഒരുപാട് വിശേഷണങ്ങളോടുകൂടിയാണ് മറിയത്തെ നമ്മള് പ്രകീർത്തിക്കുന്നത്, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത്രമാത്രം കഴിവുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച് അതിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകാൻ പിശാച് പല വഴികളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പം മിക്കവരും ജപമാല ചൊല്ലുമ്പോ ജപമാല മാത്രം ചൊല്ലും, ലിറ്റിനി ചൊല്ലൂല. എളുപ്പമായി ഞാനും അങ്ങനെ എനിക്ക് അങ്ങനെ അത്ര അറിയില്ലായിരുന്നെങ്കിലും ലിറ്റിനി നമ്മൾ സാധാരണ ചെല്ലാറുണ്ട്. എങ്കിലും നമ്മുടെ സമയക്കുറവും സമയപരിധിയും വെച്ച് നോക്കുമ്പോഴേക്കും അത് അവോയ്ഡ് ചെയ്യുന്ന ഒരു രീതി, അതൊരു ചടങ്ങായിട്ട് ജപമാല ഭക്തി ഉപയോഗിക്കുന്നു. ശരിക്കും ജപമാലയുടെ കൺക്ലൂഡിങ് എന്തിലാണ് ഇരിക്കുന്നത്? ലിറ്റിനിയിലാണ് ഇരിക്കുന്നത്. ലിറ്റിനിയും കൂടി അത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പൂർണ്ണമായ ഒരു ജപമാലയാകുന്നത്. അപ്പോ നമ്മള് അതായത് ദൈവീക രഹസ്യങ്ങള് ബോധ്യത്തോടും ബോധപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് പിശാച് നമ്മളെ ഇടയിൽ കിടന്ന് വിരകാൻ പറ്റാത്തത്, അവന് പ്രബലപ്പെടാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അവന് നമ്മളെ ജീവിതത്തെ ദുർബലമാക്കാൻ പറ്റാത്തത്. നമുക്ക് സാധാരണ ജീവിതങ്ങളാണ്, നമുക്ക് വലിയ ശക്തിയോ വലിയ ബുദ്ധിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ അഭിഭാഷക അല്ലെങ്കിൽ സൈന്യാധിപയായ പരിശുദ്ധ മറിയം നമുക്ക് ആവശ്യമായ സഹായവും സാന്നിധ്യവും കൊണ്ടാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാൻ, നമ്മളിപ്പോ എന്ത് സംഭവിച്ചാലും ഒരു തരത്തില് ഭയമില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ദുർബലയില്ലാതെ ഇന്നുവരെ നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ പല പ്രതിസന്ധികളുടെ മുമ്പിൽ ചിലപ്പോ ആദ്യത്തെ ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്കൊരു അസ്വസ്ഥതയൊക്കെ വന്നെങ്കിൽ പിന്നെ നമ്മൾ അറിയാത്തത് നമ്മളെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ മറിയത്തിന്റെ മാതാവിന്റെ പരിശുദ്ധമായ പ്രാർത്ഥനയുടെ സ്വാധീനം അല്ലെങ്കിൽ അമ്മ മാതാവ് നമ്മളോട് കാണിക്കുന്ന ഒരു പ്രത്യേകമായ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ ഒക്കെ അടയാളമാണ് അല്ലെ. നമുക്ക് അത് വ്യക്തമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ മരിക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നാളെ ആ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു സിനിമ കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞായിരുന്നു, വലിയൊരു അനുഭവമായിരുന്നു ആ സിനിമ. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വലിയൊരു അപകടത്തിലേക്ക് പോയൊരവസ്ഥ. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മഞ്ഞുമല മാതാവ് എപ്പോഴും ഭയങ്കര ശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു മാതാവാണ്. അത് നമുക്കറിയാം. ആ ദേശത്തിന്റെ ഒരു കഥ തന്നെ വലിയൊരു സംരക്ഷണം അവിടെ മഞ്ഞ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും ആ ദേശത്തെ സംരക്ഷിച്ചത് സ്വർഗത്തിൽ നിന്നും മഞ്ഞിറക്കി ആ ദേശത്തെ മൂടി പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അന്നും ഇന്നും മാതാവിന്റെ ശക്തി ഒന്നും കുറഞ്ഞു പോകുന്നില്ല, നാളെയും കുറയുന്നില്ല. ഈ ലോകം അവസാനിച്ചാലും മാതാവിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ശക്തിയും കുറഞ്ഞു പോകുന്നില്ല. ഞാൻ എന്നിട്ടൊരു അവരുടെ ഒരു റീലില് ഒരു ചെറിയ ഷോർട്ട് വീഡിയോയില് ഇങ്ങനെ ഞാൻ അവരുടെ ഒരു ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞത്, ഇവരുടെ ഒരു റിയൽ ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദ സ്നേഹത്തിന്റെ മേല് ദൈവം കാണിച്ച
ഒരു വലിയൊരു പ്രവൃത്തിയാണ്. മാത്രമല്ല മഞ്ഞുമൽ മാതാവ് ശക്തമായി അവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് ദൈവത്തിന്റെ വലിയൊരു സഹായം. ഒരു ദൂതനെ പോലൊരു വ്യക്തിക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്തൊരു കേവിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുത്തുക എന്നുള്ളത്, ആ വ്യക്തിയുടെ ഉള്ളില് ഭയം ഇല്ലാത്ത വിധത്തില് ഈ എന്റെ ഉള്ളിൽ കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം കൊടുത്ത് ഇറക്കിയതാ. ഇല്ല, നമുക്കറിയാം ഒരു ഇരുട്ടറയിലേക്ക് നമ്മൾ എങ്ങനെ ഇറങ്ങിപ്പോവും. ഒരു മുമ്പിൽ കാണുന്ന ഒരു ഒരു തരി പോലും എന്താ സംഭവം എന്ന് പോലെ നോക്കുമ്പോ ഇരുട്ട് മാത്രം കാണുന്ന സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്. അപ്പോ ഈ ഫയർഫോഴ്സുകാർക്ക് പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണില്ല പേടിച്ചിട്ട്. അപ്പോ ഈ വ്യക്തിയുടെ ഉള്ളില് ഭയമല്ല, ഉള്ളിൽ കിടക്കുന്ന ആ വ്യക്തിയോടുള്ള സ്നേഹമാണ് നിർബന്ധിതമാണ്. അപ്പോ ചിന്തകളിൽ ആരാ ഉണ്ട്? സ്നേഹത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ദൈവം. ദൈവമാണ് അല്ലെ? സ്നേഹത്തിന്റെ അമ്മയായ മറിയം അതിനു വേണ്ടി ആ കേവിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേവിന്റെ മുമ്പിൽ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ അത് വലിയൊരു അടയാളവും ഒരു തിരിച്ചറിവാണ്. ഇതൊരു സുഭാഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അതിൻ്റെ ഉള്ളിൽ വീഴണത്. ആ വ്യക്തി ഹിന്ദുവാണ്. അപ്പോ എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഭൂലോകത്തിന്റെ വിജയരാജ്ഞി, അതായത് സർവപ്രപഞ്ചങ്ങളുടെയും നാഥയായി ദൈവം നിയമിച്ച മറിയത്തിന് എവിടെയും കടന്നു ചെല്ലാൻ ആരുടെ അനുവാദം വേണ്ട. അപ്പോ ഈ സ്നേഹമാണ് മറിയത്തെ നിർബന്ധിച്ചത്. ഈ കഴിഞ്ഞ ദിവസം അതിലൊരു 80-85ഓളം പേര് ഞാനിട്ട കമന്റിന് തമ്പടിച്ചിട്ടുണ്ട്, ലൈക്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. അത് കുറെ നാളായി. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അതിനൊരു റിപ്ലൈ ആയിട്ടൊരു മെസ്സേജ് കിടക്കണത് ഞാൻ കണ്ട്. അവിടെയും ദൈവത്തിന് എന്നെ ക്രെഡിറ്റ്. ആ വ്യക്തി ഇറങ്ങിച്ചെന്നതാണ്, ഒരു മനുഷ്യനെ ഇറങ്ങിച്ചെന്നതാണ്. അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുത്തിയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ്. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പം തന്റെ ദൂതന്മാരെ അയക്കും എന്നുള്ളൊരു വചനം ഉണ്ടല്ലോ സങ്കീർത്തനം, അതും ഇട്ടുകൊടുത്തു. പിന്നെ നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ ഇപ്പൊ മനസ്സിലാവൂല, ചിലപ്പോ നിങ്ങൾ മരിക്കുമ്പോഴേ ഈ സത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. കുറച്ച് വെയിറ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട് കൊടുത്തു. പിന്നെ അയാൾ റിപ്ലൈ ഇട്ടിട്ടില്ല. അപ്പോ എന്താന്ന് വെച്ചാല് പലതും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ സാധിക്കില്ല. പലതും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സത്യഥാർത്ഥ റിയാലിറ്റി, നമ്മുടെ ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മരിക്കണം. മരിച്ചിട്ട് പിന്നെ രണ്ടാമതൊന്നും ജീവിക്കാനും പറ്റില്ല, അല്ലെ? അപ്പോ ഈശോ പറഞ്ഞത്, തോമസ് ലീഹയോട് പറഞ്ഞത് എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അല്ലെ? ഈ ഒരു ഭാഗ്യത്തിന്റെ ഒരു അടയാളത്തിലാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്, അല്ലെ? കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ഒരു വിശ്വാസത്തിന്റെ ഒരു വെളിച്ചമാണത്, അല്ലെ? നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹം. നമുക്ക് ഈശോ നൽകുന്ന ഇന്നത്തെ തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 21-ാമത്തെ തിരുവചനം. യേശുവിനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. ഈ വചനം ഞാൻ വായിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ മഞ്ഞമ്പൽ ബോയ്സിന്റെ, അതായത് അവര് നിസ്സഹായാവസ്ഥയില് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ അവരുടെ കണ്ണുനീരിന്റെ ആ തളത്തിലേക്ക് കർത്താവിന്റെ കരവും ശക്തിയും ഇറങ്ങി വന്ന് അസാധ്യമായെന്ന് തോന്നിയ കാര്യങ്ങളിൽ സാധ്യമാക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിച്ചു, അല്ലെ? അപ്പോ യേശുവിനെ വള്ളത്തിൽ കയറ്റാൻ എന്തുണ്ടായിരുന്നു അവർക്ക്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 21 എന്തുണ്ടായിരുന്നു അവർക്ക്? ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഇല്ലാതെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, അല്ലെ? ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ കയറി പുറമേ നിൽക്കുന്ന അവന്റെ അപ്പനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ഒന്നും അറിയാൻ പറ്റില്ല അവന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്. അറിയാൻ പറ്റോ? അറിയാൻ പറ്റില്ല. അപ്പോ ഈ അറിയുന്നവൻ ആരാണ്? അവന്റെ ഓണറാണ്, അല്ലെ? നമ്മുടെ ഓരോരുത്തരുടെയും സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ. ഇപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു കാര്യവും നിങ്ങൾ അറിയുന്നില്ല. അറിയോ? അത് ദൈവത്തിന് മാത്രം അറിഞ്ഞോളൂ. കാരണം ഈ ഹൃദയത്തിന്റെ ഓണർ ആരാണ്? ദൈവമാണ്.
അപ്പോ ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു? യേശുവിനെ വള്ളത്തിൽ, അതായത് ഈ വചനഭാഗം എങ്ങനെയാ, ശക്തിയേറിയ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ശോഭിച്ച് 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ച് കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ വള്ളത്തെ സമീപിക്കുന്നത് കണ്ടവർ ഭയപ്പെട്ടു. ഭയം അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അപ്പൊ ഇവര് ഈശോ എന്താണ്, ഈശോ അവരുടെ കൂടെ എന്നാലും ഉണ്ടായിരുന്നില്ല. ഈശോ വേറൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നുണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഈശോ അപ്പൊ കാണുകയാണ്. ഈശോയുടെ കൂടെ എന്താണ്, ശിഷ്യന്മാരുടെ കൂടെ ആരില്ല? ഈശോ ഇല്ല. ഈശോ ഇല്ലാണ്ടാവുമ്പോഴേക്കും അവർക്ക് പിശാച് അവരെ ഭയപ്പെടുത്താനായിട്ട് നമുക്കറിയാം, നമ്മൾക്ക് ഒരു പ്രാർത്ഥന കുറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബലഹീനതയില്ലേ? ഞാൻ മിക്കപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ സാധാരണ റുട്ടീൻ പ്രെയറെല്ലാം എവിടെയെങ്കിലും ഒരു കുറവൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വേറെ ഒന്നും എനിക്ക് പേടിയില്ല, പ്രാർത്ഥന കുറഞ്ഞു പോയാൽ നമുക്കൊരു ഭയങ്കര ദുർബലതയാണ്, എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം ഒരു വല്ലാത്ത ഒരു നിസ്സഹായതയാണ്. പക്ഷെ ആ നിസ്സഹായതയുടെ മുമ്പില് ആര് എന്റെ ഹൃദയം കാണുന്നുണ്ട്? നമ്മുടെ ഹൃദയം ആര് കാണുന്നുണ്ട്? ഈശോ കാണുന്നുണ്ട്. ഈശോ കാണുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഇച്ചിരി തിരക്കോ പണികളോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിലോ ഓട്ടങ്ങളോ ഒക്കെ കൂടുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഉള്ളിൽ പറയാറുണ്ട്, ഈശോയെ ഞാൻ ഇന്നൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണേ എനിക്കറിയില്ല, സഹായിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കേറുമ്പോഴാണ് ഈ ദൈവമേ ഇന്നൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ, പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനും പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ പലപ്പോഴും കേറിയ എന്നൊക്കെ ഞാൻ കേറിയിട്ടുണ്ടോ, എന്റെ ഉത്കണ്ഠയില് ഞാൻ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടോ, അന്നൊക്കെ ഭയങ്കരമായി ഞാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഉള്ളിൽ കിടന്ന് പിടക്കുന്ന ഒരു ചിന്തയുണ്ട്. എന്റെ ഉള്ളിലുള്ള വെപ്രാളവും ഉത്കണ്ഠയും ഒക്കെ ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, അല്ലേ? നമ്മൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഈ വെപ്രാളയും ഈ ശിഷ്യന്മാരുടെ ബുദ്ധിമുട്ടും കടലിന്റെ മുമ്പിൽ ശോഭിച്ചു നിൽക്കുന്ന ഈ ശിഷ്യന്മാരുടെ അവസ്ഥയിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോഴേക്കും അവര് അറിയുന്നില്ല യേശു ആണ് വരുന്നതെന്ന്. അവര് പറയുന്നത് എന്താണ്? ഭൂതം ഭൂതം എന്ന് പറയുന്നത്, അല്ലേ? അതായത് അവൻ ഭയപ്പെട്ടു എന്ന് പറയണത്. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഈശോയുടെ ആ ശബ്ദം കേൾക്കുമ്പോൾ വെള്ളത്തിന് മീതെ വരുവാനായിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ഈശോ അങ്ങനെ വന്നിട്ടില്ല. അപ്പോ കടലിന് മീതെ വരുമ്പോ എന്താണ്, അങ്ങനെ ഒരു അവസ്ഥയില് ശരിക്കും മനുഷ്യർക്ക് പേടിയാവും. കാരണം ഇരുട്ടും കാറ്റും കോളും ഇടിമിന്നലിന്റെ ഇടയിൽ കൂടി ഒരാളിങ്ങനെ നടന്നു വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭൂതമെന്നല്ലേ നമ്മൾ പറയുള്ളൂ, അല്ലെ? പക്ഷെ ദൈവത്തിന്റെ ശക്തി എവിടെയും സഞ്ചരിക്കുമെന്നുള്ളത് ശിഷ്യന്മാര് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഈശോ അങ്ങനെ ഒരു കാര്യം നടത്തിയത്. അപ്പൊ എന്താണ്, അവന് വള്ളത്തിൽ കയറ്റുവാൻ അവരാഗ്രഹിച്ചു. ഈ ആഗ്രഹമാണ് പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും സഭാ ജീവിതങ്ങളിലും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഈശോയ്ക്ക് കയറ്റുവാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കാതെ ഒരിക്കലും ദൈവം ചാടിക്കേറി വരുന്ന ആളല്ല. കാരണം എന്താ, നമ്മൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് വാതിക്കല് വേണമെങ്കിൽ നിന്ന് വർത്തമാനം പറയാം, അല്ലെ? ഒരാള് വീട്ടില് വാതിക്കല് വന്നിന്ന് നമുക്ക് വർത്തമാനം പറയാം. പക്ഷെ ആ വ്യക്തിക്ക് വീടിന്റെ അകത്തോട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാതിക്കൽ നിന്ന് വർത്തമാനം പറഞ്ഞാല് നടക്കുവോ? ഇല്ല, നടക്കില്ല. അപ്പോ എന്താ, എന്റെ ഉള്ളില് ആ വ്യക്തി അകത്തോട്ട് കയറ്റണമെന്ന് എനിക്ക് കൂടി ആഗ്രഹം വേണം, അല്ലെ? ഈ വരുന്ന ആൾക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് കൂടി ആ ആഗ്രഹം വേണം. എന്റെ ഉള്ളില് കൂടി ഈ എന്റെ മുമ്പിൽ നിൽക്കുന്ന, എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ഈ ഗസ്റ്റിനെ ഞാൻ ആ മാന്യതയോടുകൂടെ സ്വീകരിക്കുമ്പോഴാണ് ആ വ്യക്തിക്കും എനിക്കും ഉണ്ടാവുന്ന ഒരു ആത്മീയമായ ഒരു സ്നേഹ സംസാരവും സമ്പർക്കവും ഒക്കെ അവിടെ നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് ഈശോയുടെ ഉള്ളില് അവരുടെ ആ സന്ധികളിലേക്ക് കടന്നു ചെല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വന്നത്. പക്ഷെ ഇവരെന്താ ചിന്തിക്കുന്നതെന്ന് ഇവരുടെ ചിന്തകളെയും ആ സമയം ഈശോ നോക്കുന്നുണ്ടായിരുന്നു. അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവർ ആഗ്രഹിച്ചു എന്ന് പറയുന്നത്. ഈ വാക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴൊക്കെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ, എന്റെ ഈ പ്രതിസന്ധിയിൽ അങ്ങൊന്ന് ഇടപെടണമേ
ഈ പ്രതിസന്ധിയുടെ മേൽ കർത്താവെ അങ്ങ് ശക്തി പ്രകടിപ്പിക്കണമേ എന്ന് നമ്മൾ നമ്മുടെ ഭാഷയിൽ, നമ്മുടെ തോന്നുന്ന രീതിയിൽ, നമ്മളുടെ ചിന്തകളില് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കണ പോലെ ആയിരിക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കണ പോലെ ആയിരിക്കില്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മൈൻഡിൽ, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആവശ്യപ്പെടുമ്പോൾ, ആഗ്രഹിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന എന്താണ്? ഞൊടിയിടയില് ദൈവം അവിടേക്ക് കയറി വന്ന് അവിടുത്തെ ദൈവീക ശക്തി പ്രകടമാക്കും. പെട്ടെന്ന് ദൈവം ഒന്നും പറയുന്നില്ല, വള്ളത്തിലേക്ക് കയറി ഈ നിമിഷം തന്നെ ഇവരുടെ ലക്ഷ്യസ്ഥലത്തേക്ക് എത്തിച്ചേർന്നെന്ന് പറയണം. അതായത് പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ആരും തുഴയോ ആരും അതില് ഒന്നും ചെയ്തില്ല. ഒരു എന്താണ് സൂപ്പർ ഫാസ്റ്റ് പോലെ ആ വഞ്ചി, ആ വള്ളം തന്നെ പോയി എന്നാ പറയണം. അപ്പോ ദൈവത്തിന് ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ദൈവം ഇടപെട്ടോളും. പല കാര്യങ്ങളിലും നമ്മള് ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും അല്ല, ചില കാര്യങ്ങൾ ദൈവം നടത്തി തരാനായിട്ട് വൈകുന്നുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ച് കർത്താവിന്റെ കയ്യിൽ, തോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഇടക്കൊക്കെ കൈ ഇട്ട് നോക്കുന്നുണ്ടാകും. പക്ഷെ എന്താണ്, നമ്മുടെ ആഗ്രഹം അതില് തന്നെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇടക്കിടക്ക് ദൈവവും നോക്കുന്നുണ്ട്. അല്ലെ, നമ്മളിപ്പോ എന്താണ്, ഒരു വ്യക്തി, എനിക്ക് പരിചയമുള്ള ഒരു ആള് എന്നോട് ഒരു കാര്യം ഷെയർ ചെയ്താണ്. ഒരു ഹിന്ദു ആയിരുന്നു, അപ്പം മരിച്ചുപോയി, അമ്മയും മോനുമാണ്. പക്ഷെ അവരുടെ ജീവിതത്തില് വലിയ ബുദ്ധിമുട്ട്, ദുരന്തങ്ങളൊക്കെ വന്നപ്പോഴേക്കും അവര് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളിലൊക്കെ കൂട്ടായ്മയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു വലിയൊരു ദൈവീക അനുഭവത്തിലേക്ക് വന്നു. ഒരുപാട് അപകടങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വലിയ സംരക്ഷണത്താല് ഈ മകൻ രക്ഷപ്പെട്ടു. പല പല ആക്സിഡന്റുകൾ മൂലം മരിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഈ മകൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ മകൻ ശക്തമായൊരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. പക്ഷെ ഈ മകന്റെ അമ്മയും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അമ്മ, അവരൊരു ഹിന്ദുവാണ്. അടിസ്ഥാനപരമായി അവര് ജനിച്ച സാഹചര്യവും ജീവിതവും ഒക്കെ ഹിന്ദു ആയിരുന്നത് കൊണ്ട് അവരുടെ ഈ സ്വാധീനം അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വിശ്വാസം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവര് പിന്നെ അമ്പലത്തിൽ പോയി അങ്ങനെ നേർച്ച കാഴ്ചകളൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അമ്പലത്തിൽ പോയി ഇങ്ങനെ എന്താണ് കുരുതി, അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ചെയ്തു. അപ്പൊ അവനെ തുള്ളുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ തുള്ളല് അവരുടെ തന്നെ ഒരു കൾച്ചറൽ ഒരു ആരാധനക്രമമാണ് അവരുടെ ഹിന്ദുക്കളുടെ. അപ്പൊ അങ്ങനെ ഒരു തുള്ളല്, അപ്പൊ ഇങ്ങനെ തുള്ളി തുള്ളി ഒരു നേർച്ച കാഴ്ച എന്തോ ആണ്, അതിനൊരു പേര് പറയും, ഞാൻ ഓർക്കണില്ല. അങ്ങനെ തുള്ളി തുള്ളി ഈ തുള്ളുന്ന ആള് പറയണ എന്താണ്, മറിയത്തെ നിങ്ങൾ ഇഷ്ടമാണല്ലേ എന്നിങ്ങനെ അവര് തുള്ളിക്കൊണ്ട് ചോദിക്കുന്ന പറഞ്ഞു. അത് ഈ എന്താണ്, പിശാചിനും ദൈവികതയെ വ്യക്തമായിട്ട് അറിയാം അല്ലെ. ഏറ്റവും ആദ്യം പരിചയപ്പെടുത്തി തന്നത് ആരാണ് ദൈവത്തെ? പിശാച് തന്നെയാണ്. പിശാച് തന്നെയാണ്. അപ്പൊ അത് ഒരിക്കലും നമുക്ക് എന്താണ് തള്ളി പറയാൻ പറ്റില്ല. പിശാച് തന്നെയാണ് ലോകത്തെ എന്റെ മുമ്പില് ദൈവത്തെ പരിചയപ്പെടുന്നത് തന്നത്. അപ്പോ ഇവിടെയും ഈ തുള്ളല് നടത്തുന്ന ആ വ്യക്തി പറയാണ്, നിങ്ങളുടെ കൂടെ മറിയുണ്ട്, ഇങ്ങനെ തുള്ളി തുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ മറിയത്തെ വിളിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും അപ്പൊ അവര് പറയുന്നുണ്ട്, എനിക്ക് മാതാവിനെ ഇഷ്ടമാണ്, മാതാവിനെ നിങ്ങൾ വിളിച്ചാൽ മതി, ഇങ്ങനെ തുള്ളി തുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഷ്ടശക്തി പോലും അവർ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അവരത് സ്വീകരിക്കാതെ രണ്ട് വിശ്വാസവും തലയിൽ വെച്ചുകൊണ്ട് അപ്പോ ഭയങ്കരമായൊരു ബുദ്ധിമുട്ടി കൂടി പോവാണ്. പ്രാർത്ഥന എപ്പോഴും എന്നിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, ഇവിടെ നിന്നും ചോദിക്കും, അവിടെ നിന്നും ചോദിക്കും. അങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് വെച്ചെന്ന് സംഭവിക്കും, അതെ, വളരെ ദുഷ്കരമായി മാറും. ദൈവത്തിന് സഹായിക്കാനും പറ്റില്ല, പിശാചിന് നമ്മളെ അതായത് വലിയൊരു എന്താണ് കെണിപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായി പോകും. രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ്. നമ്മുടെ ആഗ്രഹം എന്താണെന്ന് ആദ്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. ദൈവത്തെയാണോ, സത്യത്തെയാണോ,
സത്യമല്ലാത്തതിനെയാണോ നമ്മൾ സേവിക്കുന്നത്, സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സത്യം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അനുഗ്രഹിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മളെ വിശദീകരിച്ചതിന് ശേഷമേ നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവുള്ളൂ. ഇപ്പോ ഈ പറഞ്ഞ സ്ത്രീക്കാണെങ്കിൽ ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല, വലിയ ദുരിതവും ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാണ്. 2 നില വീടാ കൊടുത്തത് അവർക്ക്, വലിയൊരു വീടും ജീവിത സൗകര്യങ്ങളെല്ലാം കൊടുത്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഇവർക്ക് വേറെ ചിന്തകളൊക്കെ വന്നു. അങ്ങനെയാണ് അവര് കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് തോന്നുന്നു അവരുടെ ഹൈന്ദവാചാരങ്ങളുടെ സ്വാധീനത്തിലേക്ക് ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഉപദേശിക്കാനൊക്കെ വരുമല്ലോ. അപ്പൊ അതെ. അങ്ങനെ വന്നു കഴിയുമ്പോ ചിലപ്പോ അവര് ചഞ്ചല ഹൃദയരാണെങ്കിൽ ഞങ്ങൾ ചായുമ്പോ എന്താ വിശ്വാസത്തിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള മനുഷ്യർക്കെല്ലാം സാധിക്കണമെന്നില്ല. അപ്പോൾ എന്ത് പറ്റും? അപകടമാണ്. അപ്പോ ഈ എന്നോട് പറഞ്ഞൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈശോയോടും മാതാവിനോടും വലിയ ഒരു സാന്നിധ്യവും സഹായവും എപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ്. അവരോട് യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്ന് പറഞ്ഞ് ഒരു വിലക്കി എന്നാ പറയണത്. അപ്പോ അത് കഴിഞ്ഞിട്ടും വിളിക്കും, പ്രാർത്ഥിക്കാൻ പറയും, പ്രാർത്ഥിക്കുക എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ എന്ത് ചെയ്തു വെച്ചിരിക്കുന്ന കുരുത്തക്കേടുകളുടെ ഭീകരത അവരിനി അനുഭവിക്കാനായിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് നമ്മളുടെ ഈ ആഗ്രഹം, ദൈവം നമ്മളെ സഹായിക്കണം എന്നുള്ള ആഗ്രഹം ആദ്യം ഒരു ഉറച്ച നിലപാടിൽ നിൽക്കണം. അവിടെ ഇവിടെ ഇപ്പോ ദൈവത്തിനെ വിളിച്ച ഉടനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് തരാൻ പോകുന്നില്ല. കാരണം എന്താണ്? ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധി അനുസരിച്ച് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാൻ പറ്റൂ. അപ്പോ ഉടനെ തന്നെ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഒരു ക്യാൻസറിന്റെ ഒരു സിംറ്റം ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോകും. പല 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 സിംറ്റമുകളൊക്കെ കണ്ട് നമുക്ക് ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. ഉടനെ തന്നെ ചെന്നിട്ട് ഡോക്ടറിനോട് പറയും ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴേ അവർ പഠിച്ച തിയറിക്കല് വെച്ചിട്ട് എന്താണ് അവർ നിഗമനം നടത്തും, അതെ. അല്ലെ? നിഗമനം നടത്തിയിട്ട് എന്ത് ചെയ്യും? അവർ ടെസ്റ്റിന് എഴുതി തരും. ചെല്ലുമ്പോ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോന്നും ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കിട്ടുമ്പോ തന്നെ ഒരു ആഴ്ചയെങ്കിലും ആ എല്ലാ റിസൾട്ടും കിട്ടുമ്പോ, അല്ലെ? അതെ. നോർമൽ കേസിന് ഞാൻ പറയണത് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ പിടിക്കും. എല്ലാ ടെസ്റ്റുകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഇത് ഇന്ന രോഗമാണെന്ന് മനസ്സിലാക്കുന്നത് തന്നെ, അല്ലെ? അപ്പോ ഈ ലോകകാര്യങ്ങളിൽ സാധാരണ ലൗകികമായ നശ്വരമായ കാര്യങ്ങളിൽ പോലും ഇത്രയും സമയം എടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്താ സമയം എടുത്തൂടെ? നമ്മളെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനായിട്ട്, അല്ലേ? അപ്പൊ കുറച്ച് ക്ഷമയോടുകൂടെ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ വിശ്വാസ പരീക്ഷണങ്ങൾ വരുന്നതനുസരിച്ച് വിശ്വാസ നിലപാട് ഉറച്ചു നിൽക്കുന്നത് വഴി മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങളിൽ നിലയുറപ്പിച്ച് നിൽക്കുന്നത് അവിടെ ഇവിടെയായിട്ട് നിൽക്കരുത്. ഒരു സ്ഥലത്ത് തന്നെ ചവിട്ടി ഉറച്ചു നിൽക്കുക. ഇതാണ് നമുക്ക് ഇന്ന് സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്കും കുടുംബങ്ങൾക്കും ലോകം മുഴുവനും പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കൂല, ഒരു സ്ഥിരതയില്ല. ഒരു ഭക്തിക്കും വിശ്വാസത്തിനും വിശുദ്ധിക്കും ഒന്നും ഒരു സ്ഥിരതയില്ല. വേണമെങ്കിൽ അവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, അങ്ങനെ ഒരു നിലപാടിൽ വരുമ്പോഴേക്കും ഈ സ്പീഡായിട്ട് വരുന്ന ഈശോയുടെ അനുഗ്രഹം വളരെ ഫ്രീസായിട്ട് പോകാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ആഗ്രഹം സത്യസന്ധമായിട്ടിരിക്കണം. വിശ്വസ്തയോടുകൂടെ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ ദൈവം ഇടപെടാൻ സമയങ്ങളുടെ മേലധികാരമുള്ള ദൈവത്തിന് സാധിക്കും. ആ ഒരു തിരിച്ചറിവോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഈ ഒരു ദുർഘടത പിടിച്ച ഒരു വിശ്വാസ ജീവിതയാത്ര എല്ലാവർക്കും അനുഗ്രഹങ്ങൾ സ്വിച്ചിട്ടാ കത്തുന്ന ബൾബ് പോലെ എല്ലാം കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. പിന്നെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇടിച്ചു കയറാനും ഇരച്ചു കയറാനും ഒക്കെ അവകാശവും സ്വാതന്ത്ര്യവും നമ്മൾ ആർക്കാ കൊടുക്കണത്? പിശാചിനെ കൊടുക്കണം, അല്ലേ? ഇതുവഴി നമ്മുടെ അടിത്തറമേല് അവൻ വിഷം കോരിയിട്ടിട്ടായിരിക്കും പിന്നെ അടുത്ത പരിപാടിക്ക് പോകുന്നത്. നമ്മൾ അറിയില്ല. നമ്മൾ കുറച്ച് 10 വർഷങ്ങളും കഴിയുമ്പോഴായിരിക്കും ആ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ബോധ്യം വരുന്നത്. അപ്പോഴേക്കും ഒരു വിധം നശിഞ്ഞ് നാമാവിശേഷമായിട്ടുണ്ടാവും. പഴയ ഇല്ലങ്ങളും തറവാടുകളൊക്കെ ഇന്ന് ഒരുപാട് ജീർണിച്ച് അരിച്ചുപോയ പോലത്തെ അവസ്ഥ വീടുകളായിട്ടില്ല. എത്രയോ പ്രമാണികളും സമ്പന്നരും ഒക്കെയാണ് ഇന്ന് ഒന്നുമില്ലാത്തൊരവസ്ഥയപ്പോ. കാരണം എന്താ? അറിയാൻ പറ്റുന്നില്ല ഇവിടെ കൂടിയ പിശാച് കയറിയതെന്ന്. അപ്പൊ അനുഗ്രഹങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല, എന്ത് ചെയ്യാനായിട്ടാണ്? സംരക്ഷിക്കാഞ്ഞിട്ടാണ് എല്ലാം പോയത്.
അല്ലെ? കിട്ടുന്നത് അതെ. സംരക്ഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹം വേണം. ഇതൊക്കെ തന്ന ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ആഗ്രഹം വേണം. അപ്പൊ ഇതെല്ലാം ദൈവകരങ്ങളിൽ മാത്രമാണിത് നിലനിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ആശ്രയിക്കുന്നത് ദൈവത്തെ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ആ ഒരു തിരിച്ചറിവോടുകൂടി ആയിരിക്കുവാൻ ഈശോ നമ്മളെ ലോകം മുഴുവനെ അനുഗ്രഹിക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് ദൈവിക ജ്ഞാനത്താൽ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഈ ഫീസ്റ്റ് ഡേ അടുത്ത് വരുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് ദൈവകരങ്ങളില് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കണം. അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും അവിടുത്തെ ജ്ഞാനം അയച്ച് വിവേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് ഉപയോഗിച്ച് നമ്മളെ തന്നെ കൊല്ലാനല്ല, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ, നമ്മളെ തന്നെ ദൈവകൃപയെ നിലനിർത്തുവാനുള്ള ഒരു കൃപയും കൂടി വേണം. അല്ലെങ്കിൽ നമ്മൾ സോളമനെ പോലെ നശിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി ആയിരിക്കുവാൻ അമ്മേ മാതാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ ഓരോ തിരുഹൃദയത്തിൽ